കാരണം എനിക്ക് അത്രയും പഠിക്കാൻ ടൈം കിട്ടണം, ഇത്രയും വില കൂടെ പഠിച്ചെത്തണം, അതിന് വേണ്ടിയാണ് നിർത്തിയതെങ്കിലും അവിടുന്ന് പഠിച്ച് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഇത് ഒരാവശ്യമായിട്ട് തോന്നിയില്ല. കാരണം പഠിച്ചു കഴിഞ്ഞ ശേഷവും ഡെയിലി ഒരു 24 മണിക്കൂറുള്ള 48 മണിക്കൂറായി ഫീൽ ചെയ്യും. ഇത്രയൊക്കെ നേട്ടം നിഹാല് കൈവരിച്ചെങ്കിലും കാർബണിനെ സംബന്ധിച്ച് നിഹാല് കൈവരിച്ച ഇതിനേക്കാൾ വലിയൊരു നേട്ടമുണ്ട്. നിഹാലെ ഫോൺ നിർത്താം. ഒരു ജെൻസി സ്റ്റുഡന്റ്, ഒരു ജെൻസി കുട്ടി യൂസ് ചെയ്യുന്ന ഫോണാണ്. ഇന്നത്തെ കാലത്ത് മഷിട്ട് നോക്കിയാൽ ഒരു കുട്ടികളും ഇങ്ങനത്തെ ഫോൺ യൂസ് ചെയ്യില്ല. നിഹാൽ അർസൽ അത്യാവശ്യം ഗാഡ്ജറ്റ്സിനോട് അഡിക്റ്റ് ആയിട്ടുള്ള ആളായിരുന്നു. കാർബണിൽ ഒരു വർഷം ഗാഡ്ജറ്റേ യൂസ് ചെയ്യാതിരുന്ന് ആദ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിഹാല് ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നില്ല. അത്യാവശ്യം വേണ്ട സംഗതികളൊക്കെ ഗൂഗിളിലും റഫറയിലൊക്കെ ലാപ്പ് വെച്ചിട്ട് ചെയ്യുന്നു. എങ്ങനെയുണ്ട് ക്യാമ്പസ് ഒക്കെ? എങ്ങനെയുണ്ട് ക്യാമ്പസിൽ? കുട്ടിയിലായതുകൊണ്ട് നല്ല സമാധാനമാണ്, പീസാണ്. എവിടെ നോക്കിയാലും വാൾപേപ്പറും മാതിരി കുറേ സീനറിയും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്ത് നല്ല നടുവിലാണ് കോളേജ് ഉള്ളത്. ഹലോ, നമ്മളിപ്പോൾ ഉള്ളത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നീലഗിരിയിലാണ്. നമ്മളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആയിരുന്നു നിഹാൽ അർസൽ. ജെഇ അഡ്വാൻസിന് 6000 റാങ്ക് വന്നു. ജെഇ മെയിൻസിന് 98.14% +2 ഫുൾ A+ കിട്ടി. നീറ്റിന് 544 മാർക്ക് കിട്ടി. ഗവൺമെന്റ് മെറിറ്റിൽ ഒരു സീറ്റ് കരസ്ഥമാക്കാൻ പറ്റി. ഇന്റഗ്രേറ്റഡ് ബാച്ചിൽ ആകെ ഒരൊറ്റ കുട്ടിയെ കാർബൺ ഉണ്ടായിരുന്നുള്ളൂ, അതാണ് നിഹാൽ അർസൽ. നിഹാൽ അർസൽ ഇപ്പൊ പഠിക്കുന്നത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നീലഗിരിയിലാണ്. ഇപ്പൊ ആ ഒരൊറ്റ കുട്ടിയിൽ നിന്നും കാർബണിൽ 160ഓളം ഇന്റഗ്രേറ്റഡ് കുട്ടികൾ ഇപ്പൊ പഠിക്കുന്നുണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ ആയപ്പോൾ ക്ലാസ് തുടങ്ങി. അപ്പോൾ ക്ലാസ് ഒക്കെ തുടങ്ങി. അനാട്ടമിയിൽ ഫസ്റ്റ് 2 ആഴ്ച കഴിഞ്ഞാൽ തന്നെ സെക്ഷൻ പരിപാടിയൊക്കെ തുടങ്ങും. ഒരു ഒച്ചയും പാടി ഒന്നുമില്ല. ഇതിങ്ങനെ നോക്കി നിൽക്കുക. ഒരു ഹൊറർ മൂടി. ഫോർമാലുണ്ട്, ഒരു മണം. മാസ്ക് ഇട്ടാലും കാര്യമല്ല, കുത്തി കയറി ഒക്കെ പ്രശ്നമാണ്. ഒരു ഫുഡ് കഴിക്കാതെ പോയാൽ 2 മണിക്കൂർ നിന്നാൽ വിൽക്കും, ഉറപ്പാണ് ബോധം കെട്ടു പോകും. പിന്നെ അത് ഒരു 2-3 ആഴ്ച കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ശീലമായി. പിന്നെ ഡൈസെക്ഷൻ ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല. 18 വയസ്സിൽ ഈ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. നമുക്ക് കുറേ വർഷങ്ങൾ സേവ് ചെയ്തതാണ്. റിപ്പീറ്റ്, റിപ്പീറ്റ്, സൂപ്പർ റിപ്പീറ്റ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ആ +2 തന്നെ എന്ത് ചെയ്ത് അത്തരത്തിൽ വലിയൊരു ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് കുറേ വർഷങ്ങൾ സേവ് ചെയ്തു. അപ്പോൾ MBBS കഴിയുന്നതോട് കൂടിയിട്ട് PGൻ്റെ പ്രിപ്പറേഷനൊക്കെ നടത്തി ഗോയിങ് തന്നെ ഇതേപോലെ PG കൂടിയും കിട്ടിയാൽ 25 വയസ്സാകുമ്പോഴത്തേന് കുട്ടിക്ക് എന്ത് ചെയ്യാം, MD ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ MDക്ക് അഡ്മിഷനൊക്കെ നേടാൻ പറ്റും. വലിയൊരു അച്ചീവ്മെൻറ്റ്. കുറേ കാലം വേസ്റ്റ് ചെയ്യാതെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ തുടരുക, അടിപൊളി പഠിക്കുക. തകർക്കട്ടെ.